കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ അനൗൺസ്മെൻറ്റുകൾ പൊങ്കാലക്കാർ ഇവിടെ എങ്ങനെയാണ് പൊങ്കാല അർപ്പിക്കേണ്ടത്, കലങ്ങളുടെ അകലം പാലിക്കുക, അവിടെ വസ്ത്രങ്ങളൊക്കെ ശരിയായ വണ്ണം ധരിക്കുക, അവരോട് തന്നെ കുറച്ച് വെള്ളം ശേഖരിച്ച് വയ്ക്കുക തുടങ്ങിയ പല മുൻകരുതലുകളും ജാഗ്രതാ നോട്ടീസുകളും നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമസ്കാരം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അനുബന്ധിച്ചുള്ള തയ്യാറെടുപ്പുകൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ജനങ്ങൾ ഇവിടെ എത്തുന്നതിനോടൊപ്പം തന്നെ ഇവിടെ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഉദ്യോഗസ്ഥർ ഓരോരുത്തരും തയ്യാറായി നിൽക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നതാണ്. സർ, എന്താണ് കാര്യങ്ങൾ ഇവിടെ തയ്യാറെടുപ്പുകൾ എത്രത്തോളമായി? 2025 ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് കേരള അഗ്നിശമന സേന വിപുലമായ സജ്ജീകരണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 5-ാം തീയതി തൊട്ട് തന്നെ ആറ്റുകാൽ ക്ഷേത്രം കേന്ദ്രീകരിച്ച് ഒരു കൺട്രോൾ റൂം ആൾറെഡി ഓപ്പണായി കഴിഞ്ഞു. ഇവിടെ സൗത്ത് നടയിൽ ഒരു ഫയർ എഞ്ചിനും പാർക്കിംഗ് ഏരിയ കേന്ദ്രമാക്കി ഒരു ഫയർ എഞ്ചിനും ഒരു ആംബുലൻസും കഴിഞ്ഞ ബുധനാഴ്ച കൊണ്ട് സേവനം അനുഷ്ഠിച്ച് വരുന്നുണ്ട്. മാത്രമല്ല, നാളെ ഉച്ചയോടുകൂടി ഈ രക്ഷാ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നാളെ ഉച്ചയോടുകൂടി അതിൻ്റെ പൂർണ്ണതയിലേക്ക് പോവുകയാണ്. ഏകദേശം 40ഓളം വിവിധ ടൈപ്പിലുള്ള വാഹനങ്ങൾ, ആംബുലൻസ്, ഫയർ എഞ്ചിനുകൾ തുടങ്ങിയ വാഹനങ്ങൾ ഈ ജില്ലയുടെ ഈ ആറ്റുകാൽ പരിസരം 5 സെക്ടറായിട്ട് തിരിച്ച് ഓരോ സെക്ടറിലും വാഹനങ്ങൾ വിന്യസിക്കുന്നുണ്ട്. 40ഓളം വാഹനങ്ങൾ നാളെ ഉച്ചയോടുകൂടി പല ഭാഗത്തും വിന്യസിക്കുന്നുണ്ട്. ഇതിൽ മൊത്തം 450ഓളം സേനാംഗങ്ങൾ ഇതിലുണ്ട്. ഇതിൽ തന്നെ 35ഓളം വനിതാ സിവിൽ ഡിഫൻസ് ഓഫീസേഴ്സും 40ഓളം വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നാളെ രാവിലെ 8 മണി തൊട്ട് തന്നെ 3 വാട്ടർ ലോറികളായി വിവിധ പൊങ്കാല സ്ഥലങ്ങളിൽ വിവിധ ഭാഗങ്ങളിലായി വാട്ടർ സപ്ലൈ ചെയ്തു വരുന്നുണ്ട്. എല്ലാം അമ്മയുടെ സഹായത്തെ വളരെ ഭംഗിയായി നടന്നു പോകുന്നുണ്ട്. ഇപ്പം ഭക്തജനങ്ങളെ സാധാരണഗതിയിൽ ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം ഇപ്പോൾ ഒരു സൂര്യാഘാതം പോലുള്ള പ്രശ്നങ്ങളും ചൂടും ഒക്കെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അവരോടൊക്കെ മുൻകരുതലായിട്ട് പറയാൻ ഞങ്ങൾ വളരെയധികം ജാഗ്രത നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ അനൗൺസ്മെൻറ്റുകൾ പൊങ്കാലക്കാർ ഇവിടെ എങ്ങനെയാണ് പൊങ്കാല അർപ്പിക്കേണ്ടത്, കലങ്ങളുടെ അകലം പാലിക്കുക, അവിടെ വസ്ത്രങ്ങളൊക്കെ ശരിയായ വണ്ണം ധരിക്കുക, അവരോട് തന്നെ കുറച്ച് വെള്ളം ശേഖരിച്ച് വയ്ക്കുക തുടങ്ങിയ പല മുൻകരുതലുകളും ജാഗ്രതാ നോട്ടീസുകളും നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങളിൽ തളർന്നു വീഴുന്നവരുണ്ട്. അവരെ നമ്മുടെ അറിയിപ്പ് കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ അവരെ എടുത്തുകൊണ്ടുപോയി ആറ്റുകാൽ ക്ഷേത്രത്തിലെ ആശുപത്രിയിലും PRS ഹോസ്പിറ്റലിലും എത്തിച്ചു വരുന്നു. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് 33ഓളം വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സും പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇവിടെ 5 പേരാണ് കൺട്രോൾ റൂമിലുള്ളത്. നാളെ ഉച്ച തൊട്ട് പല ജില്ലകളിൽ, എറണാകുളം വരെയുള്ള ജില്ലകളിൽ നിന്നും വനിതാ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നുണ്ട്. അവരെ പല ഭാഗങ്ങളിലായും ഭക്തജനങ്ങളെ സഹായിക്കുന്നതിന് എത്തുന്നുണ്ട്. നമസ്കാരം. ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇവിടെ റെസ്ക്യൂ സംവിധാനങ്ങളൊക്കെ ശക്തമാകുന്നതിനോടൊപ്പം തന്നെ ഒരു പ്രത്യേകത കൂടെയുണ്ട്. അവരുടെ സംഘത്തിൽ വനിതകളുടെ സാന്നിധ്യം ആദ്യമായിട്ട് അവരുടെ സംഘത്തിൽ വനിതകൾ കൂടെ ഉണ്ടാകുന്ന ഒരു ആറ്റുകാൽ പൊങ്കാലയാണ്. ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് പ്രതിനിധികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്? വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു ആറ്റുകാൽ പൊങ്കാലയാണിത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ആദ്യമായിട്ട് ഞങ്ങളാണ് ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നത്, അതായത് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സായിട്ട്. പിന്നെ ഇനി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറേ പേര് വരാനുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഉടനെ തന്നെ ഇവിടേക്ക് എത്തുന്നതാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ വുമൺ ബറ്റാലിയൻ്റെ ആ ഒരു സേവനം എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ നിലവിൽ നാരങ്ങ വിളക്കിൻ്റെ അവിടെയാണ് നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നത്. വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് ഇപ്പോൾ.